എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പനീർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് ഒഴിച്ച് സൺഫ്ലവർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് നെയ്യാണ് ഉപയോഗിച്ചേക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പട്ട, ഇല, അതുപോലെ ഏലക്കായ, ഗ്രാമ്പു 2-3 ഇടണം. അത് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് മൂപ്പിക്കാം. സവാള ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നന്നായിട്ട് വഴറ്റി എടുക്കാം. സവാള 2 സവാളയാണ് എടുത്തേക്കുന്നത്. അത് ഈ പരുവത്തിൽ നമ്മൾ മുറിച്ചെടുക്കണം. അതവിടെ ഇരുന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ സമയം നമുക്ക് തക്കാളി, അതുപോലെ പനീർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, തൈര് ഇത് നമുക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പച്ചമുളക് 2 മുറിച്ച് വെച്ചിട്ടുണ്ട്. തൈര് ഒരു 3 സ്പൂൺ തൈര് ചെറിയ സ്പൂണിന്, പിന്നെ പനീർ നമ്മുടെ അടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഉള്ളി നന്നായി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി, പിന്നെ അതുപോലെ വെളുത്തുള്ളി ജിഞ്ചർ പേസ്റ്റ്, പിന്നെ പച്ചമുളകും ഇട്ടിട്ട് ഒന്നും കൂടി നന്നായി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനോടൊപ്പം ഇതിലേക്ക് നല്ല നമ്മുടെ മസാലകൾ ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഗരം മസാല, ഇത് വീട്ടിൽ തന്നെ പൊടിച്ചത്, ഒരു 1/2 സ്പൂൺ ഗരം മസാല, ഒക്കെ ചെറിയ സ്പൂണിനാണ്. ഇനി നമുക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ ഇടാം. പിന്നെ ഒരു ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം. ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലിയാണ്. നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് അത് ആ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് തൈര് ഒഴിക്കാം. തൈര് നല്ല കട്ട തൈരാണ്. അത് ആവശ്യത്തിന് എടുക്കാം. പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ യോഗട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടൊരു 3 സ്പൂൺ യോഗട്ട് എടുത്തിട്ടുണ്ട്. അല്ല കേടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പുളിക്കനുസരിച്ച് ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായി പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് എടുത്ത് വെച്ച് തൈര് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പനീർ ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. പനീറിന് വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. നിങ്ങൾക്ക് നല്ല കട്ടിയിൽ വേണമെങ്കിൽ കുറച്ച് നേരം വേവിക്കാം. അതല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് പനീർ വേണമെങ്കിൽ ഒരു 4-5 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ പനീർ ചേർത്തിട്ടുണ്ട്. പനീർ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് ചേർക്കാനായിട്ട് മല്ലിയില ആവശ്യമാണ്. അതും നമുക്ക് ചേർക്കാവുന്നതാണ്. മല്ലിയില ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് ഒരു 2-3 മിനിറ്റ് വേവിക്കാൻ വെക്കാം. നമ്മുടെ പനീറിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല പനീറിൻ്റെ നല്ലൊരു മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഭക്ഷണമാണിത്, വെജിറ്റേറിയൻ ഭക്ഷണം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.